അപ്പൊ എന്താണ് പത്തായം ഒരു പ്രകൃതി ഭോജനശാല? ഇപ്പോൾ സ്റ്റാച്യൂല് സെക്രട്ടേറിയറ്റിന്റെ ബാക്ക് സൈഡിൽ ഇപ്പൊ പത്തായം ഒരു മില്ലറ്റ് കഫേയാണ്. ആ മില്ലറ്റ് കഫേ കേരളത്തിൽ ആദ്യത്തൊരു മില്ലറ്റ് കഫേയാണ്. സാധാരണ ഹോട്ടലിന് വ്യത്യസ്തമായിട്ട് ഇവിടെ മില്ലറ്റിന്റെ ഭക്ഷണങ്ങൾ കൂടുതലുള്ളത്. മില്ലറ്റിന്റെ പുട്ട്, മില്ലറ്റിന്റെ ദോശ, മില്ലറ്റിന്റെ ഇഡ്ഡലി, മില്ലറ്റിന്റെ ചോറ്, മില്ലറ്റിന്റെ പായസം, മില്ലറ്റിന്റെ സൂപ്പ്, അങ്ങനെ മില്ലറ്റിന്റെ പലഹാരങ്ങൾ കൂടുതലുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിഭക്ഷണം ഇല്ലാതെയല്ല. ഇവിടെ നല്ല കുത്തിരി ചോറ് കിട്ടും, നല്ല ഉപ്മാവ് കിട്ടും, എല്ലാം കിട്ടും. എല്ലാ മില്ലറ്റിന്റെയും കാപ്പി കിട്ടും. മില്ലറ്റിന്റെ പൗഡറിൽ കുരുമുളക് പൊടി, ചുക്കുപൊടി ചേർത്ത് കാപ്പി. അത് മധുരത്തിന് ശർക്കര, അതിന് കരിപ്പൊടി ചേർത്ത്. മുളക് പൊടി ഇല്ല, പച്ചമുളക്. അപ്പോൾ എങ്ങനെയാ കളർ കിട്ടും? ഈ പച്ചമുളകിന്റെ കൂടെ ബീറ്റ്റൂട്ട് ചേർത്ത് പച്ചമുളക് അരയ്ക്കുക, അത് ചുവപ്പ് കളറായി. സാധാരണ പച്ചമുളക് നമ്മൾ ചുവന്ന മുളക് ഉപയോഗിക്കരുത്. പച്ചമുളക് ഉപയോഗിക്കാൻ പറയുമ്പോൾ കളർ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കളർ ഉണ്ടാകും. ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, പച്ചമുളക് അരയ്ക്കുമ്പോൾ ബീറ്റ്റൂട്ട് ചേർത്ത് പച്ചമുളക് അരയ്ക്കുക. ഭക്ഷണം ഒരു കളർഫുൾ ആയിരിക്കും, കാണുമ്പോൾ ഒരു കളർ തന്നെയാണ്. പിന്നെ ടേസ്റ്റ് മാത്രം ഉണ്ടായപ്പോൾ നമുക്ക് എല്ലാം വ്യത്യസ്ത കളറുകളുണ്ട്. തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ തോരനിലും ഇത് പിന്നെ ഡിഷിൻ്റെ കാര്യം ക്യാരറ്റ് കൊടുത്തതാണ്. അപ്പോൾ ഇതൊന്നും കടുപൊട്ടിക്കുകയെ അല്ലെങ്കിൽ പിന്നെ വറവിടുകയും ചെയ്തിട്ടില്ല. അപ്പോൾ ക്യാരറ്റ് വേവിക്കുന്നു, ഈ ഇല വേവിക്കുന്നു, രണ്ടു ശേഷം ഇലകൾ ചേർക്കുന്നു, തേങ്ങ ചേർക്കുന്നു, ചമ്മന്തി. ഇത് വെണ്ടയും തക്കാളി 6 ദിവസം 6 തരം കറികളാണ്. സാമ്പാറിന്റെ പോലത്തെ അന്ന് സാമ്പാറിൻ്റെ ഒരു സാധനമില്ല, കായില്ല, പുളിയില്ല, പരിപ്പില്ല, വറുത്തരച്ചിട്ടില്ല, കടുകൊടുത്തില്ല, ഒന്നും ഉപയോഗിക്കാതെ കറിയായിരുന്നു. അപ്പോൾ ഈ രസം ഒഴിച്ച് കഴിക്കാം. മട്ടൺ മീറ്റ് പാലിൻ്റെ അകത്ത് രണ്ടു തരം ഉണ്ടാക്കാം. ഇത് പച്ചമാങ്ങ നാളികേരം. എല്ലാ കാലത്തും മാങ്ങ കിട്ടും. പച്ചമാങ്ങ കഴുകി ഇട്ടേക്ക് ചെറിയ പീസാക്കുക, നാളികേരം ചേർത്ത് അരയ്ക്കുക, നല്ല മോരായി. ഇനി അത് ഇത് തൈര് വേണമെങ്കിൽ അതെടുത്ത് ഫ്രീസറിലിട്ട് തൈരായി. ഇത് ഈ കളറ് ഓരോ ദിവസം ഓരോ കളർ മോര തുടങ്ങി. ഇത് ഈ ചോറിന്റെ പായസമാണത്. ഇത് കുതിരവാരി പായസം. പായസമൊന്നുമില്ല, അരി വേവിക്കുന്നു, ശർക്കര ചേർക്കുന്നു, തേങ്ങ അരച്ച് ചേർക്കുന്നു. അപ്പോൾ അതാണ് നമുക്ക് ഈ പത്തായത്തിൻ്റെ പ്രത്യേകത. പത്തായത്തിൽ വളരെ സിമ്പിളായിട്ട് സിമ്പിളാക്കി നമ്മൾ കഴിഞ്ഞ ഈ കൊറോണയ്ക്ക് മുമ്പ് വരെ എല്ലാ ഞായറാഴ്ചകളും വീട്ടമ്മമാരെ പാചകം പഠിപ്പിച്ചിട്ട് തുടങ്ങണം. ഇപ്പം നിങ്ങൾ സ്ഥിരം വീട്ടിൽ നിന്ന് കഴിക്കും. വീട്ടിൽ ഭക്ഷണം നമ്മളെല്ലാം പറയും വീട്ടിൽ ഭക്ഷണം സേഫാണ്. വീട്ടിൽ ഭക്ഷണം സേഫ് അല്ല. കാരണം ഇതൊക്കെ ചേർക്കണം, ചേർത്താൽ നിങ്ങൾക്ക് തൃപ്തിയാവുള്ളൂ. പക്ഷെ ഒന്നും ചേർക്കാണ്ട് ഈ രീതിയിലും ഭക്ഷണം ഉണ്ടാക്കാം എന്ന് നമ്മൾ പഠിപ്പിക്കുന്നത്. അസുഖം വന്നാൽ നമുക്ക് ചിലപ്പോൾ ഡയബറ്റിക് വരും, മാറാരോഗമാണ്, കൊളസ്ട്രോൾ മാറാരോഗമാണ്, ബി പി മാറാരോഗമാണ്. ഇതെല്ലാം ഈ രീതിയിലുള്ള ഭക്ഷണത്തിൽ വരികയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് മരുന്ന് ഒഴിവാക്കാം. പൂർണ്ണമായിട്ടും ഒഴിവാക്കാം എന്നല്ല പറയുന്നത്. മരുന്ന് കഴിക്കുന്ന ഒഴിവാക്കണമെങ്കിൽ ഭക്ഷണം മാറും. ഭക്ഷണം മാറാൻ നിങ്ങൾ എവിടെ പോയാൽ ലോകത്തെ എവിടെ പോയി നിങ്ങൾ അസുഖം മാറില്ല. മരുന്ന് കഴിച്ച് മാറുന്ന ഏത് അസുഖമൊന്നും ഒരു അസുഖമില്ല. നിങ്ങൾ മരുന്ന് കഴിക്കണം. മരുന്ന് കഴിക്കുമ്പോഴത്തേക്കും ഭക്ഷണം മാറും. കഴിഞ്ഞ 6 മാസത്തിലധികമായി ഞാൻ ഇവിടുന്ന് സ്ഥിരമായിട്ട് അരി കഴിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് പത്തായം തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഹെൽത്തി ഫുഡ് കഴിക്കുക എന്നുള്ളതിൻ്റെ ഒരു ലക്ഷ്യത്തിലാണ്.